നമസ്കാരം. +1 വിദ്യാർത്ഥികൾക്ക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് +1 വിദ്യാർത്ഥികളുടെ മലയാളം ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം 2026 +1 കുറേ വർഷങ്ങൾക്ക് ശേഷം +1ന്റെ സിലബസ് മാറിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മളുടെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക. ക്ലാസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ വർഷം മുഴുവൻ നിങ്ങൾ ഈ ക്ലാസ് തന്നെ ഫോളോ ചെയ്യാം. അപ്പൊ നമ്മള് ഇന്ന് നോക്കുന്നത് മരപ്പാവകൾ എന്ന് പറയുന്ന ചെറുകഥയാണ്. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ യൂണിറ്റിൽ ഈ മരപ്പാവകൾക്ക് മുമ്പേ ആശ എന്ന് പറയുന്ന കവിതയൊക്കെ ഉണ്ട്. പക്ഷെ നിലവിൽ ആദ്യം ഇത് ചെയ്യാനുള്ള കാരണം കൂടുതൽ ആളുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണെന്ന് തോന്നുന്നു ഈ പാഠം ആദ്യം ആവശ്യപ്പെട്ടുണ്ട് കേട്ടോ. അപ്പോ മരപ്പാവകളെ കുറിച്ച് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥയാണ്. കറക്റ്റ് വാക്ക് അത് തന്നെയാണ്. അത്രയും ബ്യൂട്ടിഫുൾ മനോഹരമായ ഒരു കഥയാണ് മരപ്പാവകള്. ആദ്യം തന്നെ ഞാൻ കഥ മുഴുവൻ പറയുന്നില്ല. എപ്പോഴും ചെറുകഥ പഠിപ്പിക്കാനുള്ള സാധനമല്ല, അനുഭവിക്കാനുള്ള സാധനമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കി രസിച്ച് അങ്ങനെ മുന്നോട്ട് പോവാം. പക്ഷെ ആ രസം കിട്ടാൻ വേണ്ടി ഒരു ബേസിക് കാര്യം നമ്മൾ അറിയണം. ഈ മരപ്പാവകൾ എന്ന് പറയുന്ന കഥ രണ്ടു പേര് തമ്മിലുള്ള സംഭാഷണത്തിലൂടെ പുരോഗമിക്കുന്ന കഥയാണ്. അതായത് ഒരു വീട്ടില് സെൻസസ് എടുക്കാൻ വേണ്ടി, ഈ 2026 നിൽക്കുമ്പോൾ സെൻസസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാവും. ഇപ്പൊ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാരുടെ എണ്ണം, ജനസംഖ്യാ കണക്കെടുപ്പാണ് അല്ലെ സെൻസസ്. അപ്പൊ എണ്ണം എടുക്കാൻ വേണ്ടി വരുന്ന എന്യൂമറേറ്റർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്യൂമറേറ്റർ എന്നാട്ടോ പറയാ അവർക്ക്. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു വീട്ടിൽ വന്നിട്ട് അവിടുത്തെ പെൺകുട്ടിയോട് അവിടുത്തെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണവും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയുന്നതാണ് ആക്ച്വലി ഇതിന്റെ കണ്ടന്റ്. അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ അതിനുള്ളിലൂടെ ഇതുവരെ പരിചയമില്ലാത്ത രണ്ട് മനുഷ്യന്മാർ തമ്മിൽ പരിചയപ്പെടുന്നതും അവരുടെ സംസാരത്തിലൂടെ വളരുന്ന അവരുടെ ആത്മബന്ധവും മനോഹരമായി. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെ എങ്ങനെ നേരിടണമെന്ന് ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അത് മാത്രല്ല, ഇത് വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിരി വരും. എനിവേ നമുക്ക് വായിച്ചു പോവാം. മരപ്പാവകൾ, കാരൂർ നീലകണ്ഠപിള്ള. മുറ്റത്തു ചെന്നു നിന്ന എന്യൂമറേറ്റർ 312 ആശാരിപ്പറമ്പിൽ എന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേ? അതായത് എന്യൂമറേറ്റർ ആ വീട്ടുപേര് ഒന്ന് നോക്കി ഉറപ്പിച്ചതാണ്. 312 വീടിന്റെ നമ്പർ, ആശാരിപ്പറമ്പിൽ നിന്നാണ്. എന്നിട്ട് ഒച്ചത്തിൽ ചോദിക്കുകയാണ്, ഇവിടെ ആരും ഇല്ലേ? ഓല കുത്തിമറച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ ആ വീട്ടുകാരുടെ സിറ്റുവേഷൻ നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓല കുത്തിമറച്ചുണ്ടാക്കിയ മുറി എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയാ, സാമ്പത്തികമായിട്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ ഒരു പിക്ചർ നമുക്ക് കിട്ടിയ ആ വീടിന്റെ. ഉമ്മിണി എന്നാണോ പേര്? ആ വന്ന സ്ത്രീയോട് ചോദിക്കുകയാണ്. ഈ എന്യൂമറേറ്റർ ജനസംഖ്യാ കണക്കെടുപ്പ് എടുക്കാൻ വന്ന ആള് ചോദിക്കുകയാണ്, ഉമ്മിണി എന്നാണോ പേര്? കയ്യിലിരിക്കുന്ന കടലാസിൽ നോക്കിക്കൊണ്ട് ആഗതൻ ചോദിച്ചു. എന്യൂമറേറ്റർ ചോദിച്ചു. ആഗതൻ എന്ന് പറഞ്ഞാൽ ആ വന്ന ആള്. യുവതിയുടെ സ്വതേ വിടർന്ന കണ്ണുകൾ കുറെ കൂടി വികസിച്ചു. അല്ലെങ്കിലേ വിടർന്ന കണ്ണാണ്. ഉമ്മിണി എന്നാണോ പേര് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അത് ഒന്നുകൂടി വികസിച്ചു. അതായത് പിന്നെ കേസോ പോലീസോ വല്ലതുമായിരിക്കുമെന്ന് അവൾ പരിഭ്രമിച്ചു. അപ്പം കേസും പോലീസും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലായി. ജനസംഖ്യ എടുക്കുക, ഇവിടെ ആരൊക്കെയുണ്ട്? അപ്പൊ വന്ന ആള് പറഞ്ഞു, ഞാൻ ജനസംഖ്യ എടുക്കാൻ വന്നാണ്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോഴങ്ങ് പോയേ ഉള്ളൂ. തോട്ടിന്റെ കരയിൽ തഴകെത്താൻ പോയതാ. ആങ്ങളച്ചെറുക്കം പണിയാൻ പോയേക്കുക. എത്ര എന്താ പറയാ നിഷ്കളങ്കമായ മറുപടിയാണെന്ന് നോക്കൂ. ജനസംഖ്യ കണക്കെടുക്കാൻ വന്നിട്ട് പിന്നെ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഞാനേ ഉള്ളൂ, അമ്മ ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. ഉമ്മിണി എന്ന് പേരുള്ളത് എന്ന് ചോദിച്ചു എന്യൂമറേറ്റർ. അമ്മയുടെ പേരാ. അപ്പൊ ഉമ്മിണി അമ്മയുടെ പേരാ. അമ്മ ഇപ്പൊ അവിടെ ഇല്ല, ഇപ്പൊ അവള് മാത്രം, ആ യുവതി മാത്രമേ അവിടെ ഉള്ളൂ. ശരി, ഉമ്മിണി ആണോ പെണ്ണോ? അമ്മയുടെ പേരാന്ന് പറയുമ്പോൾ എന്യൂമറേറ്റർ തിരിച്ചു ചോദിക്കുക, ആണോ പെണ്ണോ? അമ്മ. അവൾ ഒന്ന് ചിരിച്ചു, പരിഹാസ ചിരി, എന്നാലും അഴകുള്ള ചിരി. അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണും. അതായത് നമ്മൾ പറയൂലേ, ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഭാഷയിൽ ഊക്കുക എന്ന് പറയൂലേ, എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുകയാണ്. പിന്നെ അമ്മയുടെ പേരാന്ന് പറയുമ്പോൾ അമ്മ ആണോ പെണ്ണോ എന്ന് ഇയാള് തിരിച്ചിട്ട് പറയാണ്, അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണുമാണെന്ന്. അച്ഛനില്ലേ? മരിച്ചുപോയി. അപ്പോൾ ഉമ്മിണി വിധവയാണല്ലേ? ഭർത്താവ് മരിച്ച സ്ത്രീക്കല്ലേ വിധവ എന്ന് പറയാം. അപ്പൊ അച്ഛൻ മരിച്ചു സ്ഥിതിക്ക് അമ്മ ഉമ്മിണി വിധവയാണല്ലേ? ഇപ്പോൾ വിധവയാ. എന്നിട്ട് അവൾ പറഞ്ഞു, ജനസംഖ്യ എടുക്കുമ്പോൾ കൊട നിവർത്തി പിടിക്കരുതായിരിക്കും. ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്ത ആളിന്റെ എണ്ണം കുറഞ്ഞു പോകും. ഈ ബെഞ്ചിലേക്ക് കയറി ഇരിക്കാവല്ലോ.
അതൊരു ക്ഷണാണ് ആക്ച്വലി. ആ ബെഞ്ചിലേക്ക് കയറി ഇരുന്നോളൂ, ആ ഒരു മനസ്സിന്റെ സൗന്ദര്യമല്ലേ കാണിക്കുന്നത്. പുറത്തു നിന്ന് വന്ന ഒരാളോട് കയറിയിരിക്കൂ എന്ന് പറയുന്നതാണ്. ചാണകം മെഴുകി വെടിപ്പും മിനുപ്പും വരുത്തിയിട്ടുള്ള ആ നീളം കുറഞ്ഞ വരാന്തയിൽ കയറി ആഗതൻ ഒരു ബെഞ്ചിലിരുന്നു. അപ്പൊ അന്നത്തെ ഇത് 1960s എഴുതപ്പെട്ട കഥയാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ആ കാലഘട്ടത്തിൽ പിന്നെ ചാണകം മെഴുകിയിട്ടൊക്കെയാണ് നമ്മൾ വീടിന്റെ തറയൊക്കെ വൃത്തിയാക്കുക. അപ്പൊ അവിടെ കയറിയിരുന്ന് ഉമ്മിണിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി. അതായത് ഈ യുവതിയുടെ അമ്മയുടെ, നിങ്ങളുടെ പേര്? എന്റെ പേര് നളിനി. നളിനി എന്നാണ് നമ്മുടെ പ്രധാന കഥാപാത്രമായ ഈ യുവതിയുടെ പേര്. വന്ന ആളുടെ പേര് പറയുന്നൊന്നുമില്ല, പേരൊന്നും പറയുന്നില്ല. എന്യൂമറേറ്റർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്യൂമറേറ്റർ, ജനസംഖ്യ കണക്കെടുക്കാൻ വന്ന ആള്. ഇത് നളിനി. നിങ്ങളുടെ പേര്? എന്റെ പേര് നളിനി. ഇത് പറഞ്ഞപ്പോൾ അവൾ അല്പം ലജ്ജ ഭാവിച്ചു. നാണം ഭാവിച്ചു. വയസ്സ്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നിയില്ല എന്നയാള്. അവളൊന്ന് മന്ദഹസിച്ചു, എന്ന് വെച്ചാൽ പുഞ്ചിരിച്ചു. 23. വിവാഹം കഴിഞ്ഞതാണോ? അയാൾ ചോദിച്ചു. അപ്പോൾ ഭർത്താവുണ്ടോ? അവൾ അല്പം പരുങ്ങി. ഇപ്പോൾ ഇവിടെ ഇല്ല. 13-ാം മൈലിൽ ജനസംഖ്യ എടുത്തോ, അവിടെ ആയിരിക്കും അപ്പം ഭർത്താവിന്റെ വീട്. അതിനാള് വേറെയാ, ഭർത്താവ് ഉണ്ട് അല്ലേ? അവിടെ ജനസംഖ്യ എടുക്കാൻ ആള് വേറെയാ, വേറെ എന്യൂമറേറ്ററാ. ഭർത്താവ് ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ. അപ്പൊ അവിടെ നമുക്കൊരു ഗാർഹിക പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഭർത്താവിനോട് ചിലപ്പം തെറ്റി വന്നതായിരിക്കാം, ഡിവോഴ്സ് ആയിട്ട് വന്നതായിരിക്കാം, ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സന്തോഷകരമല്ലാത്ത ഒരു കുടുംബ ജീവിതം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര രസകരമായിട്ടാണ് നളിനി അത് അവതരിപ്പിക്കുന്നതെന്ന് നോക്കൂ. അതാ പറഞ്ഞിട്ട് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിനെ ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ. അവൾ അവഗണന ഭാവത്തിൽ പറഞ്ഞു. നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, ഭർത്താവ് ഉണ്ടെന്നോ ഇല്ലാന്നോ എഴുതിക്കോ. ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ. എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ. കല്യാണം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളായിരിക്കും അല്ലേ? എന്നാൽ വിവാഹിത എന്നല്ല എഴുതേണ്ടത്, അവിവാഹിത എന്നാണ്. അതല്ല, വിവാഹം കഴിഞ്ഞു എന്നവൾ പറഞ്ഞു. അവൾ തലയുടെ പുറകുവശം ചൊറിയുകയും അതോടെ നീണ്ടതും എണ്ണമയമില്ലാത്തതിനാൽ മുഷിഞ്ഞതുമായ മുടി അഴിഞ്ഞിഴഞ്ഞു വീഴുകയും അത് അവളുടെ സുന്ദര രൂപത്തിനൊരു ഭംഗിയുള്ള പശ്ചാത്തലമായി ഭവിക്കുകയും ചെയ്തു. അവളിങ്ങനെ ഈ ചോദ്യങ്ങൾ കേട്ടിട്ട് തല ഒന്ന് ചൊറിഞ്ഞപ്പോ മുടി ഇങ്ങനെ ചെതറി വീണു. അത് അവളുടെ രൂപത്തിനൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറി ആ മുടി. ഭർത്താവ് ഉണ്ട്, ഭർത്താവ് ഇല്ലതാനും. അതായത് ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാന്ന് പറയില്ലേ, ഉപേക്ഷിച്ചു അല്ലേ? അപ്പോൾ വിഭർത്തൃക, ഭർത്താവില്ലാത്തതുകൊണ്ട് ഉപേക്ഷിച്ചതുകൊണ്ട് വിഭർത്തൃക, ഭർത്താവില്ലാത്തവള്. എന്യൂമറേറ്റർ പറയാണ്, ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു. നോക്കൂ എത്ര സില്ലി ആയിട്ടാ പറയുന്നത്. ഒന്നുകൂടെ കേക്കട്ടെ. വിദർഭ? അതുപോലെ ഒരു കുഴഞ്ഞ കേസായതും. പക്ഷെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ചതോറും അയാൾ ദൂതാളിനെ പറഞ്ഞു വിടുന്നത്? അപ്പൊ ഉപേക്ഷിച്ചതല്ല. അതായത് മനസ്സിലായില്ലേ? ആ വീട്ടിലെ ദാരിദ്ര്യം നമുക്ക് കിട്ടി നേരത്തെ. ആ വീട്ടിലുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയാണ്. പക്ഷെ നളിനിയുടെ പെരുമാറ്റം നോക്കൂ. അവള് ജീവിതത്തെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. പക്ഷെ ഒരേ സമയം നിങ്ങൾക്ക് ഈ കഥ കുറച്ചുകൂടി തത്വശാസ്ത്രപരമായിട്ട് ഇങ്ങനെയും വായിക്കാം. എന്യൂമറേറ്റർ വന്നിട്ട് ആ കുടുംബത്തിലെ ആളുകളുടെ എണ്ണവും അവരുടെ ജോലിയും ഭർത്താവുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ എന്യൂമറേറ്റർ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെ ഒന്ന് കണ്ടു നോക്ക്. നമ്മളോട് ചോദ്യം ചോദിച്ചിട്ട് ഈ സമൂഹം നമ്മൾക്ക് സമാധാനം തരാറുണ്ടോ? ഇപ്പൊ നിങ്ങൾ +1 ആയി, 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എത്ര പ്ലസ് സ്കൂൾ കിട്ടിയോ, സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ, +2 കഴിയുന്നു, ഏതെടുക്കുന്നു, പിന്നെന്താ ജോലി, എന്താ കല്യാണമായില്ലേ? അങ്ങനെ നിരന്തരം നമ്മളോട് ചോദ്യം ചോദിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു സമൂഹത്തിന്റെ രൂപം ഈ എന്യൂമറേറ്റർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? കഥയാണ്, നമുക്ക് ഇഷ്ടമുള്ളത് പോലെ വായിക്കാം. ഒന്നുകൂടെ കേക്കട്ടെ. വിദർഭ? അതുപോലെ ഒരു കുഴഞ്ഞ കേസായി ഇതും. പക്ഷെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ചതോറും അയാൾ ദൂതാളിനെ പറഞ്ഞു വിടുന്നത്? നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും. എന്യൂമറേറ്റർ ചോദിക്കുക, അപ്പൊ നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും അയാളെ. ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയില്ല, പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല. എടുത്തു ചോദിക്കാവുന്ന ഭാഗമാണത്. അവള് പറയാണ്, നിങ്ങൾ അയാളെ ഉപേക്ഷിച്ചതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയിട്ടില്ല, പിന്നെ ഉപേക്ഷിക്കാനും പോയിട്ടില്ല. അപ്പൊ ആദ്യം അപേക്ഷിക്കാൻ പോവേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗാർഹിക പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് മാറിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അപേക്ഷിക്കലായിരിക്കും. അത് അവൾ ചെയ്തിട്ടില്ല, ഉപേക്ഷിക്കാനും പോയിട്ടില്ല. ബോൾഡ് ആണ് നളിനി. മനസ്സിലായോ? സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട് അവൾക്ക്. അവൾക്ക് ആത്മവിശ്വാസമുണ്ട്. അവളുടെ ജീവിതത്തിൽ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയില്ല, പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല. എന്താ വേണ്ടതെന്നാൽ അങ്ങനെ എഴുതിക്കോ, നിങ്ങൾക്കല്ലേ ഒക്കെ അറിയാവുന്നേ. അപ്പോ എന്യൂമറേറ്റർ പറയാ, എനിക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യം ഒന്നും അറിയാൻ വയ്യ, നിങ്ങൾ പറയുന്നത് എഴുതാം, ഭർത്താവ് ഉണ്ടെന്ന്. അതാ നല്ലത് എന്ന് പറഞ്ഞു അവള്. നല്ലതും ചീത്തയും എഴുതാനുള്ള പുസ്തകമല്ലിത്, നേരെ എഴുതാനുള്ളതാ എന്ന് പറഞ്ഞു എന്യൂമറേറ്റർ. അവരുടെ സംസാരത്തിന്റെ ഇടയിൽ, സംഭാഷണത്തിലൂടെയാണ് ഈ കഥ മൊത്തം പോകുന്നത്. അവരുടെ ഇടയിൽ ഒരു ആത്മബന്ധം വളരുന്നത് കണ്ടോ നിങ്ങള്? ഞാൻ പറഞ്ഞതാ നേര് എന്ന് പറഞ്ഞിട്ട് അവൾ തലമുടി പുറകുവശത്ത് കെട്ടിവെച്ചു. അനാവശ്യമായി ആ പ്രവൃത്തി അയാൾ നോക്കിക്കണ്ടു. അവരുടെ ഇടയിൽ ഒരു ആത്മബന്ധം വളരുന്നതാ. അത് പ്രസവിച്ചതാണോ? ആണും പ്രസവിച്ചില്ല, പെണ്ണും പ്രസവിച്ചില്ല.
ഛിദ്രം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ അബോഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടായിട്ടുണ്ടോന്ന് അവിടെ ചെന്ന് 6 മാസം തികയുന്നതിന് മുമ്പേ തുടങ്ങിയതല്ലേ ഛിദ്രം. ഒരു ദിവസമല്ലേ മറ്റൊരു ദിവസം ഛിദ്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവൾക്ക് ഛിദ്രം എന്താന്ന് മനസ്സിലായിട്ടില്ല. ദിവസവും ഛിദ്രമോ? അതല്ലേ ഞാനിങ്ങ് പോന്നത്. എന്താണ് ഈ പറയുന്നത്? ഗർഭഛിദ്രം എന്ന് വെച്ചാൽ അലസുഖം ഉണ്ടായിട്ടുണ്ടോന്ന്, അബോഷൻ ഉണ്ടായിട്ടുണ്ടോന്ന്. എന്തെല്ലാം പോക്കണം കേടുകളാ ചോദിക്കുന്നേ. ആങ്ങളെ ചെറുക്കൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. എന്തൊക്കെയാ നിങ്ങൾ ചോദിക്കുന്നേ എന്നുള്ളത്. അയാൾ അല്പം ചൊടിച്ചു. ആങ്ങളെ ചെറുക്കൻ ഉണ്ടെങ്കിൽ ഇത് സർക്കാർ കാര്യമാ. ആങ്ങളെ ചെറുക്കൻ പോയിട്ട് വല്യമ്മാവനുണ്ടെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കും. നേരൊക്കെ പറയുകയും വേണം. പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റമാണ്. പറയുന്നതൊക്കെ രഹസ്യമായി സൂക്ഷിക്കും. ആരുണ്ടായാലും എനിക്കെന്താ, ഞാൻ ചോദിക്കേണ്ടത് ചോദിക്കും. ഇത് സർക്കാർ കാര്യ, ജനസംഖ്യാ കണക്കെടുപ്പാണ് എന്ന് പറയാണ് എന്യൂമറേറ്റർ. വലിയ ഉഷ്ണം തോന്നുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വീശിക്കൊള്ളൂ. പിന്നെയും അവളുടെ ഉള്ളിലുള്ള വീട്ടുകാരി ഉണരുകയാണ്. ആദ്യം കയറ്റി ഇരുത്തി, പിന്നെ പറയാണ് ഒന്ന് വേണേ വീശിക്കോ. അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ടല്ലോ, എന്താ പറയാ, ആതിഥേയത്വം, അത് കാണിക്കുകയാണ്. വലിയ ഉഷ്ണം തോന്നുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വീശിക്കൊള്ളൂ എന്ന് പറഞ്ഞ് നളിനി ഒരു വീശുവാളയെടുത്ത് ആ ബെഞ്ചിന്റെ അറ്റത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് പറയാണേ, ആങ്ങളില്ലാത്ത നന്നായി എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞില്ലേ എന്ത് അമ്മാവനുണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നു. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് പറയണേ, ആങ്ങളെ ചെറുക്കൻ കേൾക്കെ ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് നാണം വരുമെന്നാ പറഞ്ഞത്. എന്നിട്ട് പറയൂ. ഇല്ല. എന്തോന്നില്ല? പറയുകയില്ലെന്നോ? അല്ലല്ല, മുമ്പേ ചോദിച്ചില്ലേ ഛിദ്രം, അതില്ല. നിങ്ങൾക്ക് മാസം എന്ത് വരവുണ്ട്, എന്ത് വരുമാനമുണ്ട്? ആങ്ങളയ്ക്ക് 3 രൂപ തച്ച, 3 രൂപ കിട്ടും. ആങ്ങളയുടെ തച്ചല്ല, നിങ്ങളുടെ. ഞാൻ പണിക്ക് പോകാറില്ല. അപ്പോൾ വരവൊന്നുമില്ല, ആശ്രയിച്ച് കഴിയുന്നവൾ അല്ലെ. അപ്പൊ നിനക്ക് ജോലിയൊന്നുമില്ല, നീ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഞാനോ? ഇതാര് പറഞ്ഞു? ആ വള്ളക്കടവിലെ കാത്ത പറഞ്ഞതായിരിക്കും. അവിടെ കാര്യം എനിക്കും പറയാനുണ്ട്. നോക്കൂ, നിഷ്കളങ്കത അറ്റ് ഇറ്റ് സ്പീക്ക്. അതായത് ഞാൻ ആശ്രയിച്ച് കഴിയുന്നുള്ളതാണോ, അത് വള്ളക്കടവിലെ കാത്ത പറഞ്ഞതായിരിക്കുന്നു. വേറൊരു ക്യാരക്ടറിന്റെ മേലിട്ടു അവൾ എന്നെ കൊണ്ട് പറഞ്ഞു നടക്കാറുണ്ട് എന്നുള്ള ഒരു വൈബില് അയാൾ രസിച്ചൊന്ന് ചിരിച്ചു. ഇപ്പൊ നമ്മൾ ചിരിച്ചതുപോലെ. കാത്തയോ? എന്ത് പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഒരാൾക്ക് വരവില്ലെങ്കിൽ, വരുമാനമില്ലെങ്കിൽ മറ്റൊരാളുടെ വരവ് കൊണ്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്ക് വരവില്ല, ഉണ്ണാനും ഉടുക്കാനും മറ്റും കാശ് ചെലവുണ്ട്. അത് തരുന്നയാളിനെ, അമ്മയെയോ ആങ്ങളെയോ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നേരല്ലേ? കച്ചേരിയിലെ ചോദ്യം പോലെയാണല്ലോ ഇത് എന്ന് പറയാണ് അവള്. കച്ചേരി അന്നത്തെ കോടതി കേട്ടോ. കച്ചേരിയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അതിനും ആ ദ്രോഹി വരുത്തി എന്ന് വെച്ചാൽ ദാമ്പത്യം, അവരുടെ ഉടഞ്ഞ ദാമ്പത്യം, ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തില് അവിടെയൊക്കെ ചെല്ലേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഭർത്താവ് അല്ലേ? അവനാ ഭർത്താവ്? ഭർത്താവില്ലെന്ന് അങ്ങ് എഴുതിയേക്കൂ. അതിന് ഞാൻ വേണേൽ വല്ലതും തരാം പൊന്നെ. അപ്പോ ആ ടോണ് നോക്ക്. ഭർത്താവ് ഇല്ലാന്ന് അങ്ങ് എഴുതിക്കോ, അതിന് വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തരാം പൊന്നെ. ഇവരുടെ ആത്മബന്ധം വളരുന്നത് കണ്ടോ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് വരവൊന്നുമില്ലല്ലോ. വരവുണ്ട്, ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല. മാസം 15 രൂപയെങ്കിലും വരവുണ്ട്, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ശരി, എന്താ തൊഴിൽ? എന്തെല്ലാം അറിയണം ഈ സർക്കാരിന്. തൊഴിൽ ഒന്നല്ല, പലതാ. ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ പറഞ്ഞോളൂ, എഴുതാൻ കടലാസിൽ സ്ഥലമുണ്ട്. ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്, ഈ തിണ്ണ മെഴുകിയത് ഞാനാ. അപ്പം അവിടെയും അടുത്ത വരി നോക്ക്. മെഴുകിയത് നന്നായിട്ടുണ്ട്, കണ്ണാടി പോലെ മിന്നുന്നുണ്ടല്ലോ. അതിന്റെ ഇടയിൽ എന്യൂമറേറ്റർ ഒന്ന് അഭിനന്ദിക്കുകയാണ്. എന്റെ കവിള് കണ്ണാടി പോലെ മിന്നുന്നെന്ന് എന്റെ പണിക്കൻ. എന്റെ ആരുമല്ല അയാൾ പറയുമായിരുന്നു. അപ്പോൾ ഈ തിണ്ണ എന്റെ കവിള് പോലെയായിരിക്കും. അവൾ ഫലിതം പറഞ്ഞ മട്ടിൽ ചിരിച്ചു. അതായത് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവള് പറയാണ്, എന്റെ പണിക്കൻ പറയായിരുന്നു, ഭർത്താവ് പറയായിരുന്നു, എന്റെ കവിളും അതുപോലെ തിളങ്ങുന്നുണ്ട് കണ്ണാടി പോലെ. അപ്പം എന്റെ കവിളും ഈ തിണ്ണയും ഒരുപോലെയാണെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ചിരിക്കുകയാണ് അവള്. അയാളും ചിരിച്ചു. അയൽ വീട്ടിലെ ഒരു പെണ്ണ് മുറ്റത്ത് വന്ന് എന്യൂമറേറ്ററുടെ മുഖത്ത് കണ്ണും തറപ്പിച്ച് നിലയായി. ഇയാളെ തന്നെ നോക്കി നിൽക്കാൻ തുടങ്ങി. പെണ്ണിന് വയസ്സ് 10 കഴിഞ്ഞേ ഉള്ളൂ. നോട്ടം കണ്ടില്ലേ? 2 കൊല്ലം കഴിഞ്ഞാൽ ഈ വഴിക്ക് ആളുകളെ നടത്തുകയല്ല, തൊട്ട് ഇപ്പുറത്തെ വീട്ടിൽ ആരാ വന്നെന്ന് നോക്കാനുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അങ്ങനെ വന്നു നോക്കിയതാ. പെണ്ണിന് കോപം വന്നു. ഞാനൊന്ന് നോക്കിയെന്ന് വെച്ച് പണിക്കത്തിക്ക് വല്ല നഷ്ടവും വന്നോ? ഞാൻ എന്റെ അപ്പാ പോകുവാണേ എന്നും പറഞ്ഞ് ആ കുട്ടി പോവുകയാണ്. അപ്പൊ അവിടെ ഉള്ളോരും വന്നോരും നിന്നോരും പോണോരും ഒക്കെ നല്ല ഡയലോഗാ എന്ന് പറഞ്ഞിട്ട് അവൾ വന്ന വഴി തിരിച്ചുപോയി. പോകുന്ന പോക്കിൽ അവൾ എന്തോ പിറുപിറുത്തുകൊണ്ടിരുന്നു. നളിനി പറഞ്ഞു, അവൾക്ക് ശുണ്ഠി വരണം. ആരുടെയെങ്കിലും തലവെട്ടം കണ്ടാൽ മതി. എവിടെ നിന്നാന്നറിയാൻ മേല, പെണ്ണ് മുറ്റത്തുണ്ട്. ആരാന്നറിയാൻ വേണ്ടിയിട്ട്, അടുത്ത വീട്ടിൽ ആരാന്നറിയാൻ വേണ്ടിയിട്ട് എന്യൂമറേറ്റർക്ക് അവിടെ ഇരിക്കാൻ പേടിയായി തുടങ്ങി. ഇതെന്താ ദൈവമേ, ഓരോരുത്തർ ഇങ്ങനെ വന്നു നോക്കുന്നുള്ള ആ രീതിയിലുള്ള പേടിയില്ലേ. എന്നിട്ട് തൊഴിൽ പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആദായം കിട്ടുന്ന തൊഴിലാണ് അറിയേണ്ടത്, ശമ്പളം കിട്ടുന്ന തൊഴിലാണ് അറിയേണ്ടത്. ആദായം കിട്ടുന്ന തൊഴിലില്ലെങ്കിൽ നിങ്ങൾ വല്ലതും തരുമോ? തരുമോന്ന് ചോദിച്ചാൽ അയാൾക്ക് മുഴുവനാക്കാൻ മടി തോന്നി. ചോദിച്ചാൽ തരുമായിരിക്കും അല്ലേ?
അയാൾ ചുറ്റുപാടും നോക്കി. അവൾ പറഞ്ഞു, വീട്ടിൽ വല്ലോരും വന്നാൽ ഒരു മര്യാദ വേണമല്ലോ. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ മര്യാദകേട് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, ഞാൻ മര്യാദ കാണിച്ചില്ല, മുറുക്കുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ മുറിക്കകത്തേക്ക് കയറി. തപ്പിപ്പെറുക്കുന്ന ശബ്ദം അയാൾ ശ്രദ്ധിച്ചു. അപ്പൊ നിങ്ങൾ നോക്ക്, അവരുടെ ആത്മബന്ധം വളരുന്നത് കണ്ടോ? ആദ്യം മുറ്റത്തിരിക്കുന്ന അയാളോട് കേറി ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇപ്പൊ ലാസ്റ്റ് എവിടം വരെ എത്തി? അയാൾക്ക് മുറുക്കാൻ കൊടുക്കുന്ന സീന് വരെ എത്തി. അപ്പൊ അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ആത്മബന്ധം വളരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അവൾ മുറുക്കാൻ കൊണ്ടുവന്നു. അയാൾ മുറുക്കിൽ ഏർപ്പെട്ടു. അവൾ വീണ്ടും മുറിക്കകത്ത് പോയി 3 മരം കൊണ്ടുള്ള പാവകൾ കൊണ്ടുവന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എന്റെ തൊഴിൽ ഇതാണ്, ഇതിലൊന്നുണ്ടാക്കാൻ എനിക്ക് ഒരു ദിവസം മതി. അയാൾ പാവ വാങ്ങി നോക്കി. ഒരു ചാൺ നീളത്തിലുണ്ടാക്കിയ സ്ത്രീ രൂപങ്ങൾ. എല്ലാം നന്നായിരിക്കുന്നു. തിളങ്ങുന്ന ചായപ്പണി ചെയ്തത്, കൊഴുത്തു മിനുത്തത്, ഭംഗിയുള്ള അവയവങ്ങൾ, ഉയർന്ന മാറിടം, തടിച്ച ജഘനം, കൃശമായ മദ്യം, അക്ഷാമമായ ചിഗുരഭാരം, ആകർഷകമായ മന്ദസ്മേരം പുഞ്ചിരി, ആകപ്പാടെ മാദകമായ സുന്ദര ശില്പങ്ങൾ. അയാൾ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. എന്നിട്ട് അവളെ നോക്കി. 4ഉം ഒന്നുപോലെ അത്ഭുതകരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഉണ്ടാക്കുന്ന പാവകള് അവളെ പോലെ തന്നെ ഉണ്ട്. 3 പാവയും അവളും ഒരുപോലെ ഉണ്ട്. അത്ഭുതകരം. 3 കണ്ടാൽ 4 തോന്നുന്നത് അത്ഭുതം, അവൾ പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞില്ല. ഇത് അച്ചിൽ വാർക്കുന്നതാണോ? ഞങ്ങൾ വാർപ്പ് പണിക്കാരല്ല, കടഞ്ഞെടുത്തതായിരിക്കും. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നു. പാലാഴി കടയാൻ ഞാൻ കൂടിയില്ല, അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടില്ല. എന്റെ തൊഴിൽ എന്തെന്ന് കാണിക്കുകയായിരുന്നു. 4 പറഞ്ഞത് എങ്ങനെയാ? 3 പാവയല്ലേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഈ ജീവനില്ലാത്ത 3ഉം ഇതുണ്ടാക്കുന്ന ജീവനുള്ള 1ഉം ആ പാവകൾ അവളെ പോലെ ഉണ്ട്. അങ്ങനെ 4 ഒരുപോലെ ഇരിക്കുന്നതാണ് അത്ഭുതം. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത് പോലെ ജീവനുള്ളതും ഇരിക്കുന്നതോ? അതിൽ അത്ഭുതമൊന്നുമില്ല. എന്റെ തലയിലെഴുത്ത്. അവൾ അതിനെ മനസ്സിലാക്കിയത് നോക്കൂ. അതായത് ജീവനില്ലാത്ത പാവകളെ പോലെ ഞാനും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കും ജീവനില്ലാത്ത പോലെ ഇരിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിലും അത് എന്റെ തലയിലെഴുത്താൻ ജീവിതാനുഭവമാണ്. അവളുടെ കണ്ണു മിന്നി. വീണ്ടും മുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം തുടുത്തിരുന്നു. കയ്യിൽ ഒരു പാവയുണ്ടായിരുന്നു. അത് അവൾ അയാളുടെ അടുത്ത് വെച്ചു. ഒരു പാവ എടുത്തിട്ട് വന്നിട്ട് അവിടെ അയാളുടെ അടുത്ത് വെച്ചു. അയാൾ അത് എടുത്തു നോക്കി. കംസവരത്തിലെ കൃഷ്ണനാണോ ഇത്? അതോ മുന്തിയറപ്പനെ കൃഷ്ണൻ വേഷം കെട്ടിച്ചതോ ആ പാവ? ഇത് കുറെ വലുതായിരുന്നെങ്കിൽ വെള്ളരി വേലിക്കകത്തു കൊണ്ട് വെക്കാമായിരുന്നു, ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ. അല്ലെങ്കിൽ തീരെ ചെറുതായിരുന്നെങ്കിൽ. അവൾ ഇടയ്ക്കു കയറി പറഞ്ഞു, അതിങ്ങനെയായിപ്പോയി. അതായത് ഇതിങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെക്കായിരുന്നു, പക്ഷെ അതിങ്ങനെ ആയിപ്പോയി. അവൾ പറയാ, അതിങ്ങനെയായിപ്പോയി. ആ പാവം 19 എണ്ണം ഉണ്ടാക്കിയപ്പോൾ ഈ നിലയിലായി. കൃഷ്ണന്റെ രൂപം ഉണ്ടാക്കി, കാണുന്നവരൊക്കെ വാങ്ങിച്ചു പോന്നു. 3ഉം 4ഉം അണ വില കിട്ടുമായിരുന്നു. ക്രമേണ വേഷം ശ്രീകൃഷ്ണന്റെയും രൂപം വേറൊരു കൃഷ്ണന്റെയും ആയി. അത് അവളുടെ ഭർത്താവായിരിക്കും. വേറൊരു കൃഷ്ണൻ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞാൻ ശ്രീകൃഷ്ണനെ പോലെ കരുതിപ്പോന്ന ഒരാള് ഭർത്താവ്. അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കലി വരും. പാവയുണ്ടാക്കി കഴിയുമ്പോൾ അയാളെപ്പോലെ ഇരിക്കും. എന്റെ കോപം മുഴുവൻ പാവയുടെ മുഖത്തും. ഒടുവിൽ ആളുകൾ പാവ മേടിക്കാതെയായി. അതായത് ഭർത്താവിനോടുള്ള കോപം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പാവ ഉണ്ടാക്കുമ്പം പാവ ആകെ അലമ്പാവും. അപ്പൊ ആളുകൾ അത് വാങ്ങാതെയായി. പിന്നെ ആ പണി നിർത്തിവെച്ചു. പുരുഷരൂപം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചു. കാരണം പുരുഷരൂപം ഉണ്ടാക്കുമ്പോൾ ഭർത്താവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ ആയി പോകുന്നു, ആരും വാങ്ങുന്നില്ല. ശ്രീപാർവതിയുടെ രൂപം ഉണ്ടാക്കി നോക്കി. എന്ന് വെച്ച് ശ്രീപാർവതിയുടെ രൂപം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി അതിന് ശ്രീപാർവതി എന്ന് പേരിടും. അല്ലാതെ ഞാൻ പാർവതിയെ കണ്ടിട്ടോ മറ്റോ ഉണ്ടോ? എത്ര സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് നോക്കൂ. പാർവതി തപസ് ചെയ്തെന്നും ശിവന്റെ കൂടെ നൃത്തം ചെയ്തെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പാർവതിയും പരമേശ്വരനും കൂടെ ചിലപ്പോൾ പിണങ്ങാറുണ്ട് പോലും. അതൊക്കെ ഓർത്തുകൊണ്ട് പാവയുണ്ടാക്കി തുടങ്ങി. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കി പാർവതിയെ പോലെ ഞാൻ ഓരോ ഭാവം കാണിച്ച് അതുപോലെ പാവയുണ്ടാക്കും. ഞാൻ പാർവതിയാണെന്ന് ഭാവിച്ചുകൊണ്ടാ പണി. ഒടുക്കമുണ്ടല്ലോ, പാർവതിയൊക്കെ ഒരുപോലെ എന്നെ പോലെ ഇരിക്കും. ഞാൻ പാർവതിയാണെന്ന് ഭാവിച്ചാണല്ലോ ഞാൻ പാവ ഉണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ടാക്കുന്ന പാർവതി ഒക്കെ എന്നെ പോലെ ഇരിക്കും അവസാനം. അവൾ തുടരുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു, നിങ്ങളും പാർവതിയും സമം. അപ്പൊ അയാൾ അവളെ അഭിനന്ദിക്കുകയാണ്. ഞാനും പാർവതിയും എങ്ങനെയാ സമം? എന്റെ രൂപമായി പോകുന്നു പാർവതിക്ക്. എനിക്ക് നാണമായി തുടങ്ങി. എന്റെ രൂപം ഉണ്ടാക്കി വിറ്റാൽ മേടിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? എന്റെ രൂപം ഉണ്ടാക്കി വിറ്റാൽ എന്നാണ് അവൾ ചോദിക്കാൻ വരുന്നത്. അപ്പൊ ഇത്രേ എത്തിയിട്ടുള്ളൂ. എന്റെ രൂപം ഉണ്ടാക്കി വിറ്റാൽ മേടിക്കാൻ. അയാൾ ധൃതിയിൽ പറഞ്ഞു. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു, ആ ധാരാളം ആളുണ്ടാകും. അപ്പൊ അയാൾ പിന്നെയും അവളെ അഭിനന്ദിക്കുകയാണ്. ധാരാളം ആളുണ്ടാവും. ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടതല്ലേ. മേടിക്കുന്നവരും എന്നെ ആക്ഷേപിക്കും. പാവ 1-ാം തരം. പാവ വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാനാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കാത്ത? അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനൊരു ആട്ട് കൊടുത്തിട്ട് അവളുടെ കണ്ണ് പൊട്ടി എന്നാ തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആട്ടുമെന്ന്. മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കും.
മനസ്സിലായോ? അതായത് അവള് പറയാണ്, പാവ വാങ്ങാനൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പാവ വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞില്ല ഒരു കാത്തയെ കുറിച്ച് അവള് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവൾക്ക് ഒരു ആട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അവളുടെ കണ്ണു പൊട്ടിയെന്നാ തോന്നുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നുകയാണ്, ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ ആട്ടുക, മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കും എന്നവൾ പറയാണ്. അത് നേരായിരിക്കും, അയാൾ പറയാ. എന്നാലും അവരവരുടെ രൂപം ഇത്ര ശരിയായിട്ടുണ്ടാക്കത്തക്ക സാമർത്ഥ്യം അത്ഭുതകരമാണ്. അവൾ പറഞ്ഞു, നിങ്ങൾ വെറും മുഖസ്തുതി പറയുകയാണ്. ഒരെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ അത് നോക്കി എത്ര വേണമെങ്കിലും ഉണ്ടാക്കരുതോ? കണ്ണാടിയിൽ നോക്കി കാണുന്നത് പോലെ ആദ്യം ഒന്ന് ഉണ്ടാക്കണം, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ അവൾ അവളുടെ സ്കില്ല് പോലും അത്ര സിമ്പിൾ ആയിട്ടാ കാണുന്നത്. അത് നേരാ, ഞാൻ എന്ത് പറഞ്ഞാലും നേരാണെന്ന് പറയുന്നവരായിരുന്നു ഈ അയൽപ്പക്കത്തുള്ളവർ മിക്കവരും. അവരെയൊക്കെ പേടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ പേടിയില്ലായിരിക്കുമല്ലോ എന്നെ എന്ന് അയാൾ ചോദിച്ചു. ഇപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല, ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വരിയാണ് ഈ കഥയിൽ ഇത്. അതായത് ഇപ്പോൾ എനിക്ക് ഈ വരി വേണം എടുത്ത് ചോദിക്കുക കേട്ടോ. അതായത് ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല എന്ന് പറയുമ്പോൾ അവളുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള പൂർണ്ണതയാണ്. എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കുന്നത്? അവൾ അവളുടെ കാര്യം നോക്കി അവളൊരു തൊഴിൽ ചെയ്ത് അവൾ ജീവിക്കുകയാണ്. കലകളിൽ പ്രവർത്തിക്കുന്ന പലരും അങ്ങനെയുള്ളവരാണ്. അവൾ മുറിക്കകത്ത് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അതിന്റെ പേരാണ് അഹന്ത എന്ന് അയാൾ ഒച്ച അടക്കി പറഞ്ഞു, ഒച്ചയില്ലാതെ പറഞ്ഞു. ഏത്, വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല, അതിന്റെ പേരാണ് അഹന്ത എന്ന് അയാൾ പറഞ്ഞു. അവൾ 4 രൂപങ്ങൾ കൂടി അയാളുടെ മുന്നിൽ വെച്ചു: കരുണം, രൗദ്രം, അത്ഭുതം, ശൃംഗാരം. ഇവയുടെ ഉച്ചാവസ്ഥയെ കാണിക്കുന്ന അവളുടെ തന്നെ രൂപങ്ങളാണ് അവൾ ഉണ്ടാക്കിയ മരപ്പാവകൾ. ഇത് അതിവിശേഷമാണെന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാരൻ എന്നെ ആക്ഷേപിക്കുമോ? അയാൾ ചോദിച്ചു. അങ്ങനെ പറയാതിരിക്കാം, അതിവിശേഷമാണെന്ന് സാറന്തിനാ പറയുന്നത്? ഇതൊന്നും ഇപ്പോൾ വിൽക്കാറില്ല, പകൽ ഉറങ്ങാതിരിക്കാൻ ചെയ്യുന്ന പണിയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതിന് ആവശ്യമുണ്ടാകും. എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ ഇത് തേപിടിച്ചിയുടെ പരസ്യമാണെന്ന് പറഞ്ഞവർ ആക്ഷേപിക്കയില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അയാൾ പറയാ, ഒരു തൊഴിലറിയാം, നല്ലപോലെ ചെയ്യാം, അതിൽ നിന്ന് ആദായം വരുമാനം കിട്ടാൻ മാർഗമില്ലെന്ന് വരുന്നത് കഷ്ടമാണ്. നിങ്ങൾ എന്തിനാ അപവാദത്തെ ഭയപ്പെടുന്നത്? ആളുകൾ എന്തെങ്കിലും പറയട്ടെ, ഒരു പാവയ്ക്ക് 1 രൂപ ഏത് പൊട്ടക്കണ്ണനും തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ പരാശ്രയം കൂടാതെ, മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ നടക്കും. തൊഴിൽ ശില്പവൃത്തി എന്ന് എഴുതാൻ പോവുകയാണ്. അയാൾ എഴുതി, പിന്നെയും എന്തൊക്കെയോ കുറിച്ചു. അവളുടെ ആങ്ങളയുടെ വിവരങ്ങൾ ചോദിച്ചെഴുതി. അതിനിടയിൽ അവൾ ഒരു പാവയൊഴിച്ച് എല്ലാം മുറിക്കകത്ത് കൊണ്ടുചെന്ന് വെച്ചു. ഒന്നവൾ കയ്യിൽ വെച്ചിരുന്നു. അയാൾ ഒന്നുകൂടി മുറുക്കി. പാവയൊന്നും വിൽക്കുകയില്ലെന്നാണോ പറഞ്ഞത്? അയാൾ ചോദിച്ചു. ഞാനിത് തിന്നാറില്ല, അടുപ്പിലിടാറുമില്ല, വിൽക്കാൻ തന്നെയാ വെച്ചത്. ഇനി വളരെയുണ്ടോ കൈവശം? ജനസംഖ്യയിൽ പെട്ടതാണോ ആ ചോദിച്ചതും? പാവേന്റെ കണക്കും അതിൽപ്പെട്ടതാണോ? എന്നാൽ ചെല്ലട്ടെ, ഭർത്താവ് പിണങ്ങി എന്ന് അയാൾ ചോദിക്കുക ഭർത്താവിന്റെ കാര്യം. അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, അക്കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? വഴിക്കാരോടൊക്കെ ഭർത്താവിന്റെ കാര്യം ഇതിലധികം പറയാൻ ഒക്കുമോ? അയാൾ ഒരു മൃഗമാ. ഭർത്താവിനെ കുറിച്ച് പറയണേ. കള്ളു കുടിക്കും, പിന്നെ പേപ്പട്ടിയെ പോലെയാ. വഴിയിൽ കാണുന്നവരുടെ നേരെ മേക്കിട്ട് കയറും, എന്നിട്ട് അടികൊള്ളും കള്ളിറങ്ങുന്നത് വരെ. എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നത് വരെ കിടപ്പ് പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ എപ്പോഴും ഈ കുടി കൊണ്ടൊക്കെ അടിയുണ്ടാക്കിയിട്ടൊക്കെ പോലീസ് പിടിച്ചുണ്ടോ? ഒരു ദിവസം 2-3 നാഴിക ഇരുട്ടിയപ്പം ഹെഡങ്ങുന്ന് ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചിരിക്കുന്നു നളിനിയുടെ വീട്ടിലേക്ക്. ഞാൻ ചെന്ന് പണിക്കനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോരാൻ, ഭർത്താവിനെ ജാമ്യത്തിൽ ഇറക്കണം, പിടിച്ചു വെച്ചിട്ടുണ്ട്. നേരം വെളുത്തിട്ട് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ. ഭർത്താവ് നേരം വെളുത്തിട്ടൊക്കെ ഇറങ്ങിയാൽ മതി, ഇപ്പം തന്നെ വരാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. പണിക്കനില്ലാത്തപ്പം വീട്ടിൽ വല്ലോരും കയറി അക്രമം കാണിച്ചാൽ അർജിയും കൊണ്ട് വന്നേക്കരുതെന്ന് അങ്ങേര്. അക്രമത്തിന് വല്ലോരും വന്നാൽ എന്റെ തലയെണ്ണ ചുവട്ടിൽ വീതുളിയാ ഉള്ളതെന്ന് ഞാൻ. അപ്പൊ അവളുടെ ഒരു സ്ട്രെങ്ത് നോക്കൂ, സ്ട്രോങ് ലേഡിയാണ് അവള്. അങ്ങേരങ്ങ് പോയി. ആ പോലീസുകാരൻ 2 നാഴിക കൂടി കഴിഞ്ഞപ്പോൾ ആമ്പർ എന്നോൻ ആടി ആടി വന്നു കയറി. ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലൊന്ന് പോകുകയാണ്. എന്തിനാ പോണേ എന്നയാള്. ഇവിടെ താമസിച്ചാൽ വല്ലോരെയും വീതുളി കൊണ്ട് കൊന്നേക്കും, അതുകൊണ്ട് പോവുക എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കയ്യന്തരം പുളി പറിക്കാൻ പോകുകയും മറ്റുമില്ലെന്ന് ആ മൃഗം എടുത്ത വാക്കിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യുന്നു. ഈ മൃഗത്തിന്റെ കൂടെ പാർക്കാൻ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു വെച്ച് ഞാൻ റോഡിൽ വന്ന് ബസ് കയറി ഇങ്ങ് പോന്നു. പിന്നെയുണ്ട് പറയാൻ അറയ്ക്കുന്ന കഥകൾ. അതാണ് അവളുടെ ദാമ്പത്യത്തിൽ സംഭവിച്ചത്. പക്ഷെ അവളുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്നത് നിങ്ങളോളം നമുക്ക് മനസ്സിലായി. അവൾ നിർത്തിയപ്പോൾ അയാൾ എഴുന്നേറ്റു. ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രതിമ നീട്ടി. അയാൾ സന്തോഷപൂർവ്വം വാങ്ങി നോക്കി. രൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ അതാണ് കൊടുത്തത്. രൗദ്രഭാവത്തിലുള്ള പ്രതിമയാണ് കൊടുത്തത്. അത് കണ്ട് അയാളുടെ മുഖത്തെ പ്രസാദം മങ്ങി. എങ്കിലും നന്ദി പറഞ്ഞിട്ട് അയാൾ ഒരു കടലാസ് കഷ്ണം അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കൂ. അവൾ നോക്കി. അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുന്നു. അവൾ ശ്രദ്ധിച്ചു നോക്കി. ഈ പറഞ്ഞ നേരം കൊണ്ട് അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുന്നു ആ പേപ്പറിൽ. ഈ പറഞ്ഞിരുന്ന നേരത്തെ ഇത് വരച്ചത് അത്ഭുതം തന്നെ. ആ പ്രതിമ ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾ അകത്ത് പോയി പാർവതി തപസ് ചെയ്യുന്ന അല്പം വലിയൊരു പ്രതിമ കൊണ്ടുവന്ന് ആ ചിത്രകാരന് സമ്മാനിച്ചു. അപ്പൊ ഈ നിമിഷം അവൾ അയാളെയും അംഗീകരിച്ചു. കാരണം
അയാൾ കുറെ നേരമായിട്ട് അവളെ അംഗീകരിക്കുന്നുണ്ട്, ഇത് വലിയ കഴിവാണ് ഈ പാവ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവളത് ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പോ അയാൾ വരച്ചപ്പോഴത്തേക്ക് ആ വരയെ അതിലൂടെ അയാളെ അവളും അംഗീകരിച്ചു, ഇത് വലിയ കഴിവാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ രൗദ്രഭാവത്തിലുള്ള പ്രതിമയെ തിരിച്ചു വാങ്ങിയിട്ട് എന്താണ്, പാർവതി തപസ് ചെയ്യുന്ന ഒരു പ്രതിമയാണ് അയാൾക്ക് സമ്മാനിച്ചത്. അയാൾ അത് ആനന്ദവും നന്ദിയും സ്ഫുരിക്കുന്ന ഭാവത്തോടെ വാങ്ങി. എന്നാൽ ചെല്ലു എന്ന് പറഞ്ഞവൾ മുറ്റത്തേക്ക് ഇറങ്ങി. അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു. കണക്കെടുക്കാൻ വേണ്ടിയിട്ട്, ജനസംഖ്യ കണക്കെടുക്കാൻ വേണ്ടിയിട്ട്. അയാളുടെ ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയാൽ ഉണ്ടാകുന്ന നാദം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നിടത്ത് മരപ്പാവകൾ അവസാനിക്കുകയാണ്. കാരൂർ നീലകണ്ഠപിള്ളയുടെ മരപ്പാവകൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് പരസ്പരം ആരുമല്ലാത്ത രണ്ടുപേര്. ജനസംഖ്യ കണക്കെടുക്കാൻ വന്നു കഴിഞ്ഞാൽ എന്യൂമറേറ്റർ ഉദ്യോഗസ്ഥൻ, ആ വീട്ടുകാരി നളിനി. നളിനിക്ക് ശില്പവൃത്തിയാണ്, അവൾക്ക് നന്നായിട്ട് പാവയുണ്ടാക്കാൻ അറിയാം, അയാൾ നല്ലൊരു ചിത്രകാരനാണെന്ന് തെളിയിച്ചു. അങ്ങനെ ആ കലാകാരനും കലാകാരിയും പരസ്പരം അറിയുകയാണ്. നല്ലൊരു സൗഹൃദം അവിടെ രൂപപ്പെട്ടത് നമ്മള് കണ്ടു. ഭാവിയിൽ അവർ പരസ്പരം കണ്ടുമുട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ ഉള്ള സമയം, ഭാവിയോ ഭൂതമോ അല്ലല്ലോ, നമ്മൾ ജീവിക്കുന്ന ഈ സമയമാണല്ലോ നമ്മുടെ ജീവിതം. ആ സമയത്ത് നല്ലൊരു സൗഹൃദം അവിടെ രൂപപ്പെട്ടത് നമ്മൾ കണ്ടു. ഈ കഥ പല രീതിയിൽ വായിക്കാം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനെയൊക്കെ പോസിറ്റീവായിട്ട് നേരിടുന്ന നളിനിയെ നമുക്ക് കാണാൻ പറ്റി. അതല്ലാതെ എന്യൂമറേറ്ററെ നമ്മുടെ ഈ സമൂഹത്തിന്റെ പ്രതീകമായിട്ട് നമ്മളുടെ കാണുമ്പോഴത്തേക്ക് SSLC എത്ര പ്ലസ് ടു ജയിച്ചോ, ഡിഗ്രി ആയോ, ജോലി കിട്ടിയോ, കുട്ടികളായോ, കല്യാണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമൂഹത്തിന്റെ പ്രതീകമായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ എന്യൂമറേറ്ററെയും അയാളുടെ ചോദ്യങ്ങളെയും കാണാം. എന്യൂമറേറ്ററുടെ നളിനിയുടെ പല ജീവിതാവസ്ഥകളും രേഖപ്പെടുത്താൻ എന്യൂമറേറ്ററുടെ കോളത്തിൽ സ്ഥലമില്ല. അതായത് അവൾ പറയുന്നുണ്ട്, എന്റെ തൊഴില് പിന്നെ നിലം തുടച്ചത് ഞാനാണ്, ഇവിടെ മിനുക്കി വൃത്തിയാക്കിയത് ഞാനാണെന്ന് പറയുമ്പോൾ അതൊന്നും സർക്കാരിന് വേണ്ട. പലപ്പോഴും മനുഷ്യന്റെ യഥാർത്ഥ അധ്വാന ശേഷി മനസ്സിലാക്കാനുള്ള, രേഖപ്പെടുത്താനുള്ള ഒരു രേഖ എവിടെയുമില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ ഈ കഥ വായിക്കാം. എല്ലാത്തിനും അപ്പുറം ജീവിത പ്രശ്നങ്ങളെ എല്ലാം പോസിറ്റീവായിട്ട് നേരിടുന്ന ഒരു സ്ത്രീയെ, ഒരു യുവതിയെ നമുക്കിതിൽ കാണാൻ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും നല്ല രീതിയിൽ ഓവർകം ചെയ്ത് നല്ല സന്തോഷപൂർണമായ ഒരു ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. കൂടുതൽ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്